മഹാഭാരതം ആദിപർവം അങ്ങനെ സമാപിച്ചിരിക്കുകയാണ്. ഭഗവാൻ വേദവ്യാസന്റെ ജനനവും തുടർന്ന് ദുഷ്യന്തനും ശകുന്തളയും മൂലം ഭാരതവർഷമുണ്ടായ കഥയും ഭരതന്റെ വംശത്തിൽ പിന്നീടുണ്ടായ ശന്തനു, ഭീഷ്മർ, പാണ്ഡവർ, കൗരവർ, ഉപപാണ്ഡവർ വരെയുള്ളവരുടെ വംശപരമ്പരയും ഭീഷ്മരുടെ പ്രതിജ്ഞയും കർണന്റെ ജനനവും ധൃതരാഷ്ട്രരുടെ ബുദ്ധിയും അരക്കില്ലവും ഹിഡുംബന്റെയും ഭഗന്റെയും വധവും പാഞ്ചാലി സ്വയംവരവും അർജുനന്റെ തീർത്ഥാടനവും ഗാണ്ഡീവ ലബ്ധിയും സുഭദ്ര അപഹരണവും ഒടുക്കം ഖാണ്ഡവ ദഹനം വരെയാണ് ആദിപർവത്തിൽ നമ്മൾ പറഞ്ഞത്. ഇനി തുടരുന്നത് സഭാപർവമാണ്. തുടരുന്നു. അങ്ങനെ ഖാണ്ഡവ വനം അഗ്നിയിൽപ്പെട്ട് ദഹിച്ചപ്പോൾ അതിൽപ്പെട്ട് ദഹിക്കുമായിരുന്ന മായാസുരൻ അർജുനന്റെ കാരുണ്യം കൊണ്ടാണല്ലോ രക്ഷപ്പെട്ടത്. തന്റെ ജീവൻ രക്ഷിച്ചതിന് പ്രത്യുപകാരമായി അർജുനൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് മയൻ അതിയായി ആഗ്രഹിച്ചു. ശ്രീകൃഷ്ണനും അർജുനനും കൂടി ഒരുമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ മയൻ അവരുടെ അടുത്തെത്തി തന്റെ ആഗ്രഹം അർജുനനെ അറിയിച്ചു. അർജുനൻ പറഞ്ഞു, അതിന് പ്രത്യുപകാരമായി ഞാനൊന്നും സ്വീകരിക്കുകയില്ല. എന്നാൽ മയനാകട്ടെ എന്തെങ്കിലും അർജുനന് ചെയ്തു കൊടുത്തേ അടങ്ങൂ എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിനക്ക് നിർബന്ധമാണെങ്കിൽ ധർമ്മപുത്രനു വേണ്ടി ഒരു സഭാമന്ദിരം തീർത്തു കൊടുക്കൂ. നീ പ്രസിദ്ധനായ ശില്പിയാണല്ലോ. ലോകത്തിൽ മറ്റെങ്ങും കാണുവാൻ കഴിയാത്തവണ്ണം അത്ഭുതകരവും ആകർഷണീയവുമായിരിക്കണം നീ തീർക്കുന്ന സഭാമന്ദിരം. മയന് സന്തോഷമായി. അവൻ സമ്മതിച്ചു. അവർ 3 പേരും കൂടി യുധിഷ്ഠിരന്റെ അടുത്ത് പോയി. സഭാമന്ദിരം പണിയുന്ന കാര്യം അദ്ദേഹത്തോട് പറഞ്ഞത് അംഗീകാരം നേടി. അതിലേക്കായി 10,000 ചതുരശ്രയടി സ്ഥലം തെരഞ്ഞെടുത്ത് കുറ്റിയടിച്ചു. മയൻ പറഞ്ഞു, ഞാൻ കൈലാസത്തിന്റെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മൈനാക പർവ്വതത്തിലേക്ക് പോകുന്നു. അവിടെയാണ് ബിന്ദു സരസ്. ഞാൻ തീർത്തുവെച്ച പല ചിത്രരത്ന പദാർത്ഥങ്ങളും അവിടെയുണ്ട്. ഞാൻ പോയി അതെല്ലാം എടുത്തുകൊണ്ട് വന്നതിന് ശേഷം സഭാമന്ദിരത്തിന്റെ പണി ആരംഭിക്കാം. വേഗത്തിൽ പണി തീർക്കുകയും ചെയ്യാം. മയൻ മൈനാക പർവ്വതത്തിലേക്ക് പോയി. കൃഷ്ണൻ ദ്വാരകയിൽ നിന്ന് വന്നിട്ട് മാസങ്ങൾ പലതായി. അദ്ദേഹം മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു. പാണ്ഡവന്മാർക്കും അദ്ദേഹത്തെ പിരിയുന്നതിന് ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും കഴിയുന്നതും നേരത്തെ ഇന്ദ്രപ്രസ്ഥത്തിൽ മടങ്ങിയെത്തിക്കൊള്ളാമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് കൃഷ്ണൻ യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് പോകുവാൻ ഒരുമ്പിട്ടു. യാത്ര പുറപ്പെടുമ്പോൾ പാണ്ഡവന്മാരും ദ്രൗപദിയും സുഭദ്രയുമെല്ലാം കൃഷ്ണനെ കുറച്ചു നേരം അനുധാവനം ചെയ്തു. അദ്ദേഹത്തെ യാത്രയയച്ചിട്ട് അവരെല്ലാം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങിയെത്തി. സഭ പണിയുന്നതിനാവശ്യമായ കിങ്കരന്മാരും സാധന സാമഗ്രികളുമായി മയൻ മടങ്ങിയെത്തി. മയന്റെ കിങ്കരന്മാരായി 8,000 പേരുണ്ടായിരുന്നു. അവർ 14 മാസം കൊണ്ട് സഭയുടെ പണി പൂർത്തിയാക്കി. കമനീയമായ ആ സഭാമന്ദിരം അത്ഭുതകരമായ ഒരു സൃഷ്ടിയായിരുന്നു. ആ പ്രദേശമാകെ സഭാമന്ദിരത്തിന്റെ വിശിഷ്ട പ്രഭയിൽ മുങ്ങി. രത്നചിക്തമായ പൊന്മതിലുകൾ അതിനു ചുറ്റുപാടും തീർത്തു. അതിനുള്ളിൽ പൊയ്കകളും പൊയ്കകളിൽ രത്നത്തണ്ടുകളോടുകൂടിയ താമരകളും സൃഷ്ടിച്ചു. അതിൽ പൊന്മീനുകൾ തത്തിക്കളിച്ചു. അതിനു ചുറ്റുമിരുന്ന പക്ഷികൾ പാട്ടുപാടി. പൊയ്കകളിൽ സ്ഫടിക കൽപ്പടവുകൾ ഉണ്ടായിരുന്നു. പൊയ്കയുടെ ചുറ്റുമുള്ള തിണ്ണ ഇന്ദ്രനീല കല്ലുവാകിയാണ് തീർത്തത്. സഭയ്ക്ക് ചുറ്റും അതിമനോഹരങ്ങളായ പുഷ്പങ്ങൾ ചൂടിയ വൃക്ഷങ്ങൾ വളർന്നു നിന്നു. അവ സഭയ്ക്ക് തണലും അന്തരീക്ഷത്തിന് സുഗന്ധ പരിമളവും നൽകി. സഭയുടെ പണി പൂർത്തിയായപ്പോൾ മയൻ യുധിഷ്ഠിരനെ സമീപിച്ച് വിവരമറിയിച്ചു. സഭാപ്രവേശനത്തിന് ശുഭമുഹൂർത്തം നിശ്ചയിച്ചു. നാനാദേശത്തു നിന്നും എത്തിയ ബ്രാഹ്മണർക്ക് അന്നദാനവും പശുദാനവും ദ്രവ്യദാനവും നൽകി. യുധിഷ്ഠിരന്റെ ക്ഷണപ്രകാരം മുനിമാരും മഹർഷിമാരും ധർമ്മവിജ്ഞന്മാരും വേദാന്ത പരാങ്കന്മാരും ക്ഷത്രിയ പ്രമാണികളും സഭാപ്രവേശത്തിന് എത്തിയിരുന്നു. അവരെല്ലാവരും യഥോചിതം സ്വീകരിച്ചു. എല്ലാവരും സഭയിൽ സമ്മേളിച്ചപ്പോൾ ഗന്ധർവന്മാർ സംഗീതം ആലപിച്ചു. എല്ലാവരും ആനന്ദസാഗരത്തിൽ ആറാടി. തത്സമയത്ത് വീണയുടെ മധുരസ്വരം കേൾക്കുവാനിടയായി. അതോടൊപ്പം നാരായണ നാരായണ എന്ന ദിവ്യനാമ ശബ്ദവും മുഴങ്ങി. എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് ത്രിലോക സഞ്ചാരിയായ നാരദ മഹർഷിയെയാണ്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ എന്നിവയിലെല്ലാം അഗാധമായ പാണ്ഡിത്യം നേടിയവനാണല്ലോ നാരദൻ. അദ്ദേഹത്തെ ദേവന്മാർ പോലും പൂജിക്കുന്നു. അദ്ദേഹം ത്രികാലജ്ഞാനിയാണ്. നാരദൻ ന്യായജ്ഞനും ധർമ്മതത്വജ്ഞാനിയും ശാസ്ത്രവിശാരദനുമാണ്. മേധാവിയും സ്മൃതിവാനും നയോഗോവിതനും
കവിയുമായ അദ്ദേഹം സംഗീത രസികനായിരിക്കുന്നത് പോലെ തന്നെ കലഹപ്രിയനുമാണ്. അദ്ദേഹം മഹാശ്രേഷ്ഠനും മഹാനുഭാനും മഹാ തേജസ്വിയുമാണ്. നാരദൻ സഭയിലെത്തിയപ്പോൾ എല്ലാവരും ആദരവോടെ എഴുന്നേറ്റു. യുധിഷ്ഠിരൻ അനുജന്മാരോടും കൂടി അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്തു. വിനയപൂർവ്വം കുമ്പിട്ട് യഥോചിതമായ രീതിയിൽ അവരെ ഇരുത്തി. കുശല പ്രശ്നങ്ങൾക്ക് ശേഷം നാരദ മഹർഷി യുധിഷ്ഠിരന്റെ രാജ്യഭാരത്തെപ്പറ്റി പലതും ചോദിച്ചു. രാജാവ് എപ്രകാരമാണ് രാജ്യഭാരം നടത്തേണ്ടതെന്ന വിഷയത്തിലേക്ക് പൂർണ്ണമായി വെളിച്ചം വീശുന്നവനായിരുന്നു നാരദന്റെ ചോദ്യങ്ങളും ഉപദേശങ്ങളും. പുതുതായി പണി കഴിപ്പിച്ചിട്ടുള്ള സഭാമന്ദിരത്തെപ്പറ്റി നാരദൻ വളരെയേറെ പുകഴ്ത്തി. ബ്രഹ്മസഭ, ഇന്ദ്രസഭ, വരുണസഭ, വൈശ്രണവ സഭ ഇപ്രകാരമുള്ള എല്ലാ ദേവസഭകളും കണ്ടിട്ടുള്ള നാരദൻ അതേപ്പറ്റിയെല്ലാം വിവരിച്ച് പാണ്ഡവന്മാരെയും മറ്റുള്ളവരെയും കേൾപ്പിച്ച ശേഷം പറഞ്ഞു: മനുഷ്യലോകത്ത് യുധിഷ്ഠിരന്റെ സഭയാണ് ഏറ്റവും ശ്രേഷ്ഠം. അനന്തരം പിതൃലോകത്ത് വെച്ച് യുധിഷ്ഠിരന്റെ പിതാവായ പാണ്ഡുവിനെ കണ്ടതും യുധിഷ്ഠിരൻ രാജസൂയ മഹായജ്ഞം നടത്തണമെന്ന് പാണ്ഡുവിന് ആഗ്രഹമുള്ള വിവരവും മറ്റും അറിയിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു: നീയും ഹരിചന്ദ്രനെ പോലെ രാജസൂയയാഗം നടത്തുക. നിനക്കും ഇന്ദ്രസഭയിൽ വിരാജിക്കുവാൻ ഇടവരും. നാരദൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് ദ്വാരകപുരിയിലേക്ക് പോയി. യുധിഷ്ഠിരന് രാജസൂയത്തെപ്പറ്റി തന്നെയായി ചിന്ത. അദ്ദേഹം അനുജന്മാരോടും അമാത്യന്മാരോടും ആലോചിച്ചു. യുധിഷ്ഠിരൻ രാജസൂയം നടത്തണമെന്ന അഭിപ്രായക്കാരായിരുന്നു എല്ലാവരും. എങ്കിലും ധർമ്മപുത്രൻ ഒരു തീരുമാനമെടുക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. യുധിഷ്ഠിരൻ ഈ കാര്യത്തിൽ കൃഷ്ണന്റെ അഭിപ്രായം അറിയുവാൻ ആഗ്രഹിച്ചു. അതിലേക്കായി ഒരു ദൂതനെ ദ്വാരകയിലേക്ക് അയച്ചു. വിവരം അറിഞ്ഞ ഉടൻ തന്നെ കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. യുധിഷ്ഠിരനും മാധവനെ യഥോചിതം സ്വീകരിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു: കൃഷ്ണ, ഞാൻ രാജസൂയം നടത്തണമെന്ന് എല്ലാവരും പറയുന്നു. എന്നാൽ ഞാനൊന്നും നിശ്ചയിച്ചിട്ടില്ല. എന്റെ തീരുമാനങ്ങളൊക്കെ ഭവാനിലാണ് ഇരിക്കുന്നത്. അങ്ങ് പറഞ്ഞാൽ പിന്നെ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാലോ? കൃഷ്ണൻ പറഞ്ഞു: മഹാരാജാവേ, അങ്ങ് രാജസൂയം നടത്തുവാൻ സർവദാ അർഹനാണ്. എന്നാൽ രാജസൂയത്തിന്റെ വിജയത്തിന് ചില തടസ്സങ്ങൾ ഉള്ളത് ഞാൻ അറിയിക്കാം. ഇന്ന് മഗധ അധിപനായ ജരാസന്ധനാണ് രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തൻ. അവൻ അനേകം രാജാക്കന്മാരെ തടവിലാക്കിയിട്ടുണ്ട്. അവനെ ഭയന്ന് അനേകം രാജാക്കന്മാർ അവരുടെ പാർശ്വവർത്തികളായി തീർന്നിരിക്കുന്നു. ജരാസന്ധന്റെ ഉറ്റ തോഴനായി പ്രവർത്തിക്കുന്ന ശിശുപാലനും ശക്തനാണ്. അങ്ങ് രാജസൂയം നടത്തുവാൻ നിശ്ചയിച്ചാൽ ഇവർ ഇരുവരും അങ്ങയ്ക്കെതിരായി രംഗത്തു വരും. അതുകൊണ്ട് ജരാസന്ധനെ ജയിച്ചിട്ട് വേണം അങ്ങ് രാജസൂയത്തിന് ഒരുപിടേണ്ടത്. ജരാസന്ധനെ ജയിക്കുമെന്ന് വെച്ചാൽ അവനെ കൊല്ലുക എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയം കൊണ്ട് അവന്റെ കൂടെ നിൽക്കുന്ന രാജാക്കന്മാരെല്ലാം അങ്ങയെ അനുകൂലിക്കും. യുധിഷ്ഠിരൻ പറഞ്ഞു: എന്നാൽ ഇത്രത്തോളം പരാക്രമിയായ ജരാസന്ധനെ എങ്ങനെയാണ് കൊല്ലുക? ഞാൻ രാജസൂയത്തിന്റെ ആഗ്രഹം തന്നെ ഉപേക്ഷിച്ചേക്കാം. ഇത് കേട്ട് ഭീമസേനൻ പറഞ്ഞു: ഉത്സാഹം കെട്ട രാജാവ് മൺപുറ്റുപോലെ അലിഞ്ഞു പോകും. എന്നാൽ ഉത്സാഹമുണ്ടെങ്കിൽ ഏത് ശക്തനായ വൈരിയെയും ജയിക്കുവാൻ കഴിയും. കൃഷ്ണൻ നയജ്ഞനാണ്, പാർത്ഥനെല്ലാം ജയിക്കുന്നവനാണ്, ഞാൻ ശക്തനാണ്. ഞങ്ങൾ 3 പേരും കൂടി ചേർന്നാൽ ജരാസന്ധന്റെ കഥ അവസാനിപ്പിക്കാം. യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു: സാമ്രാട്ട് പദവി മോഹിച്ച് നിങ്ങളെ എങ്ങനെ ഞാൻ ജരാസന്ധനെ വധിക്കുവാൻ അയക്കും? ഭീമനും അർജുനനും എൻ്റെ 2 കണ്ണുകളാണ്. കൃഷ്ണ, നീ എൻ്റെ മനസ്സാണ്. കണ്ണും മനസ്സുമില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് എനിക്കിതിന് സമ്മതിക്കുവാൻ വയ്യ. എൻ്റെ മനസ്സ് വല്ലാതെ ഇടിക്കുന്നു. രാജസൂയം നടക്കാത്ത കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അർജുനൻ മറുപടി പറഞ്ഞു: ജ്യേഷ്ഠ, അങ്ങ് അത്രയ്ക്കൊന്നും നിരാശനാവേണ്ട. ഗാണ്ഡീവം, അക്ഷയധൂണി, രഥം, വാനരധ്വജം എന്നിവയൊക്കെ ഞാൻ നേടിയില്ലേ? അതൊക്കെ എന്നിൽ ഇപ്പോഴും അവശേഷിക്കുന്നു. എല്ലാ ഗുണങ്ങൾക്കും നിദാനം പരാക്രമമാണ്. ജരാസന്ധനെ കൊന്ന് അവൻ തടവുകാരാക്കിയിട്ടുള്ള രാജാക്കന്മാരെ മോചിപ്പിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് നാം ജരാസന്ധനോട് പോരാടുക തന്നെ വേണം. അവനെ കീഴടക്കിയാൽ അങ്ങയ്ക്ക് വിഷമമില്ലാത്ത ചക്രവർത്തി പദം ലഭിക്കും. കൃഷ്ണൻ ഇതെല്ലാം കേട്ടിട്ട് മറുപടി പറഞ്ഞു: അർജുനന്റെ വാക്കുകൾ വിരോചിതമാണ്. മരിക്കുന്നത് എപ്പോഴാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. യുദ്ധം ചെയ്യാതിരുന്നാലും മരിക്കും. വീരനായ പുരുഷന് ഏറ്റവും സന്തോഷമായിട്ടുള്ളത് തരം കണ്ടും നയം നോക്കിയും ശത്രുക്കളെ എതിർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി പോകാം.
വെള്ളപ്പാച്ചിൽ വൃക്ഷത്തെ വീഴുന്നത് പോലെ ഞങ്ങൾ ജരാസന്ധനെ വീഴ്ത്തിക്കാം. യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു, ആരാണ് ഈ ജരാസന്ധൻ? എന്തൊക്കെയാണ് അവന്റെ വീരപരാക്രമങ്ങൾ? കൃഷ്ണൻ അങ്ങനെ ജരാസന്ധന്റെ കഥ പറഞ്ഞു. മഗധയിൽ ബൃഹദ്രഥൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം അതുല്യ വിക്രമനായിരുന്നു. ക്ഷമയിൽ ഭൂമിയോട് തുല്യനും, കോപത്തിൽ യമസദൃശ്യനും, ഐശ്വര്യത്തിൽ വൈശ്രവണോപനുമായ അദ്ദേഹം കുലീനനായിരുന്നു. കാശി രാജാവിന്റെ ഇരട്ടപെറ്റ 2 പുത്രിമാരെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. എല്ലാ കാര്യത്തിലും ഒരു വിവേചനവും കാണിക്കാതെ 2 പേരോടും പെരുമാറുമെന്ന് ഉറപ്പു കൊടുത്തിട്ടാണ് സുന്ദരിമാരായ അവരെ രാജാവ് വേലി കഴിച്ചത്. വളരെ കാലമായിട്ടും അദ്ദേഹത്തിന് സന്തതികൾ ഉണ്ടായിരുന്നില്ല. മംഗളപരമായ പല കർമ്മങ്ങളും ഹോമങ്ങളും പുത്രകാമീഷ്ടിയാഗവും നടത്തിയിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. ചണ്ഡകൗശികൻ എന്നൊരു തപോധനന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ സന്താനലബ്ധി ഉണ്ടാകുമെന്ന് ബൃഹദ്രഥൻ അറിയുവാനിടയായി. അദ്ദേഹം ഭാര്യയും കൂട്ടി ചണ്ഡകൗശികനെ കണ്ടു. ആ അവസരത്തിൽ താപസൻ ഒരു മാവിന്റെ ചുവട്ടിൽ ധ്യാനനിമഗ്നനായി ഇരിക്കുകയായിരുന്നു. രാജാവ് പുത്രദുഃഖത്തെപ്പറ്റി മുനിയോട് പറഞ്ഞു. തത്സമയം അദ്ദേഹത്തിന്റെ മടിയിൽ ഒരു മാമ്പഴം വീണു. മുനി അതെടുത്ത് ജപിച്ച് രാജാവിന് കൊടുത്തു. നിനക്ക് സന്താനമുണ്ടാകുമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. മാമ്പഴം 2 പകുത്ത് രാജാവ് പത്നിമാർക്ക് നൽകി. അവർ ഗർഭിണികളായി യഥാകാലം പ്രസവിച്ചു. 2 പേരും ശരീരാർത്ഥങ്ങളെയാണ് പ്രസവിച്ചത്. അതൊരു ശിശുവിനെ നെടുനീളെ കീറിയതുമായിരുന്നു. മഹാവികൃത രൂപങ്ങളായ ശരീരാർത്ഥങ്ങൾ കണ്ടപ്പോൾ രാജ്ഞിമാർ ഭയപ്പെട്ടുപോയി. അവരതിനെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. ധാത്രികൾ മുഖേന കൊട്ടാരത്തിന് വെളിയിൽ കൊണ്ടുപോയിട്ടു. എന്നാൽ ആ കാലയളവിൽ ജര എന്നൊരു രാക്ഷസി അതുവഴി വന്നപ്പോൾ ഈ വികൃത സത്വങ്ങളെ കണ്ടു. നരമാംസ ഭോജിയായ അവൾ 2 ഭാഗങ്ങളും എടുത്ത് ഒന്നായി ചേർത്തു. അത്ഭുതമെന്ന് പറയട്ടെ, 2 ഭാഗങ്ങളും യോജിച്ച് ഒരു ശിശുവായി തീർന്നു. ആ ശിശു കയ്യും കാലും കുടഞ്ഞ് കരയുവാൻ തുടങ്ങി. രാക്ഷസിക്ക് ആ കുഞ്ഞിനോട് അനുകമ്പ തോന്നി. അവൾ ആ കുഞ്ഞിനെ എടുത്ത് രാജാവിനെ മുമ്പാകെ കൊണ്ടുവന്നു വെച്ചു. അവൾ എന്നിട്ട് നടന്ന സംഭവങ്ങളെയെല്ലാം വിവരിച്ചു പറഞ്ഞു. ഞാനൊരു നരഭോജിയായ രാക്ഷസിയാണ്. എങ്കിലും എനിക്ക് ഈ കുഞ്ഞിനെ അത്യധികമായ സ്നേഹമാണ് തോന്നിയത്. ഇത് നിനക്ക് ജനിച്ച കുഞ്ഞാണ്. 2 അംശമായിരുന്ന ആ കുഞ്ഞിന്റെ ശരീരം ദൈവേച്ഛയാൽ ഒന്നായി തീർന്നിരിക്കുകയാണ്. നീ ഇവനെ വളർത്തുക. ഇവൻ പ്രസിദ്ധനായി തീരും. രാജാവ് അത്യധികം സന്തോഷത്തോടെ കുഞ്ഞിനെ ഏറ്റുവാങ്ങി. തങ്ങൾ ചെയ്ത തെറ്റോർത്ത് പശ്ചാത്തപിച്ച രാജ്ഞിമാർ കുഞ്ഞിനെ അതീവ ശ്രദ്ധയോടെ വളർത്തി. ജര എന്ന രാക്ഷസി സന്ധിപ്പിച്ചതുകൊണ്ട് അവന് ജരാസന്ധൻ എന്ന് പേരിട്ടു. ജരാസന്ധൻ നല്ല പൊക്കവും വണ്ണവുമുള്ളവനായി തേജസ്വിയായി അവൻ വളർന്നു വന്നു. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ചണ്ഡകൗശിക മഹർഷി കൊട്ടാരത്തിൽ വന്നു. രാജാവും രജ്ഞിമാരും കൂടി അദ്ദേഹത്തെ സ്വീകരിച്ച് പുത്രനോടും കൂടി രാജ്യവും അദ്ദേഹത്തിന് സമർപ്പിച്ചു. മഹർഷി പറഞ്ഞു, ഹേ രാജൻ, നിന്റെ പുത്രൻ എല്ലാ വിക്രമങ്ങളും തികഞ്ഞവനായിരിക്കും. ഇവൻ രാജാക്കന്മാരെയെല്ലാം നിഷ്പ്രയാസം കീഴ്പ്പെടുത്തും. ഇവന്റെ പ്രശസ്തി പാരിലൊക്കെ പരക്കും. ഇവൻ അജയ്യനായി തീരും. കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. ജരാസന്ധന് പ്രായപൂർത്തിയായി. സ്വന്തം നിലയിൽ രാജ്യഭാരം ചെയ്യുവാനുള്ള എല്ലാ കഴിവുകളും അവൻ പ്രകടിപ്പിച്ചു തുടങ്ങി. ജരാസന്ധനെ രാജാവായി അഭിഷേകം ചെയ്തിട്ട് ബൃഹദ്രഥനും രാജ്ഞിമാരും വനത്തിൽ പോയി തപസ് ചെയ്ത് മോക്ഷം പ്രാപിച്ചു. തന്റെ സ്വന്തം ശക്തിയിൽ അഭിമാനം കൊണ്ട ജരാസന്ധൻ കയ്യൂക്ക് കാട്ടി മറ്റു രാജാക്കന്മാരെയെല്ലാം കീഴടക്കി. അങ്ങനെ രാജ്യം ഭരിച്ചു വരികയാണ്. ഇപ്പോൾ ഇതാണ് അവന്റെ അവസ്ഥ. അല്ലയോ രാജാവേ, ഇവനെ കൊല്ലേണ്ടത് അത്യാവശ്യമാണ്. അത്രത്തോളം അഹങ്കാരിയും ക്രൂരനുമാണവൻ. അവൻ 100 രാജാക്കന്മാരെ ഒരുമിച്ച് കീഴടക്കി രുദ്രന് ബലി നൽകുവാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിനോടകം 86 രാജാക്കന്മാരെ അവൻ തടവിലാക്കി കഴിഞ്ഞു. ശേഷിച്ച 14 പേരെ കൂടി പിടികൂടുവാനാണ് അവന്റെ ശ്രമം. അതനുവദിക്കുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഞാനും ഭീമനും അർജുനനും കൂടി അവന്റെ അടുക്കിലേക്ക് പോകാം. നീതി എന്നിലും ബലം ഭീമനിലും രക്ഷ അർജുനനിലുമാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ചേർന്ന് യത്നിച്ചാൽ അവന്റെ കഥ കഴിക്കാം. അങ്ങക്ക് എന്നെ വിശ്വാസമുള്ള പക്ഷം ഭീമനെയും പാർത്ഥനെയും എന്നെ ഏൽപ്പിച്ചു തരിക. യുധിഷ്ഠിരൻ ഇതെല്ലാം കേട്ടിട്ട് മറുപടി പറഞ്ഞു, അല്ലയോ അച്യുത, അങ്ങ് എന്താണ് ഈ പറയുന്നത്? പാണ്ഡവന്മാർ മുഴുവൻ അങ്ങയുടെ കീഴിലല്ലേ? ആരെ വേണമെങ്കിലും അങ്ങക്ക് എവിടെയും കൊണ്ടുപോകാം. അതിന് എൻ്റെ പ്രത്യേകമായ അനുവാദം ആവശ്യമില്ലല്ലോ. യുധിഷ്ഠിരന്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി കൃഷ്ണനും ഭീമനും അർജുനനും മഗധയിലേക്ക് പുറപ്പെട്ടു. അവർ ബ്രാഹ്മണ വേഷധാരികളായി സഞ്ചരിച്ച് മഗധയിലെത്തി. പ്രവേശനദ്വാരത്തിനടുത്തുണ്ടായിരുന്ന ക്ഷേത്രപ്രകാരത്തിൽ കയറും.
അവിടെ കണ്ട 3 വലിയ പെരുമ്പറകൾ തല്ലിപ്പൊട്ടിച്ചു. അതിനുശേഷം ഭക്ഷ്യപദാർത്ഥങ്ങളും മാലകളും മറ്റും വിൽക്കുന്ന അങ്ങാടിയിലെത്തി. എല്ലാ സാധനങ്ങളും അവിടെ സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. ഏതാനും മാലകൾ ബലമായി പിടിച്ചെടുത്ത് അവർ കഴുത്തിലിട്ടു. പൂവെടുത്ത് തലയിൽ ചൂടി. പിന്നീട് മഗധ അധിപന്റെ മുമ്പിലെത്തി. അവന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലെത്തി അവർ 3 കാവൽപ്പടികളും കടന്ന് ഒരു കൂസലും കൂടാതെ ജരാസന്ധന്റെ മുന്നിലേമെത്തി. പ്രഥമ വീക്ഷണത്തിൽ തന്നെ ആരാധ്യനെന്ന് തോന്നിപ്പിക്കുന്ന കൃഷ്ണനെയും ഭീമാർജുനന്മാരെയും കണ്ടപ്പോൾ ജരാസന്ധൻ അവരെ വേണ്ട വിധം ഉപചരിച്ചു. തന്റെ കൂടെയുള്ള 2 പേരും അർദ്ധരാത്രി വരെ മൗനമാചരിക്കുന്നവരാണെന്നും അതിനുശേഷം മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂവെന്നും കൃഷ്ണൻ ജരാസന്ധനെ അറിയിച്ചു. അദ്ദേഹം അവരെ 3 പേരെയും യാജ്ഞശാലയിലേക്കിട്ട് കൊട്ടാരത്തിലേക്ക് പോയി. ജരാസന്ധന് ബ്രാഹ്മണനോട് എപ്പോഴും പ്രത്യേക മമതയുണ്ടായിരുന്നു. ബ്രാഹ്മണർ എപ്പോൾ വന്നാലും അവരെ മടികൂടാതെ എതിരേൽക്കുകയും ചെയ്യും. അങ്ങനെ അർദ്ധരാത്രിക്ക് തന്നെ ജരാസന്ധൻ ബ്രാഹ്മണരെ കാണുവാനായി യാഗശാലയിൽ ചെന്നു. ജരാസന്ധനെ കണ്ടപ്പോൾ ബ്രാഹ്മണ വേഷധാരികളായ കൃഷ്ണാർജുനന്മാരും ഭീമനും എഴുന്നേറ്റു. ജരാസന്ധൻ നിർദ്ദേശിച്ചതനുസരിച്ച് എല്ലാവരും ഇരുന്നു. ജരാസന്ധൻ സാഹൂതം അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സനാതന ബ്രാഹ്മണർ മാല ചൂടാറില്ല. നിങ്ങളുടെ കയ്യിൽ ഞാണിന്റെ തഴമ്പ് കാണുന്നു. നിങ്ങളുടെ മുഖത്ത് ക്ഷാത്ര തേജസ്സാണുള്ളത്. നിങ്ങളിൽ പെരുമ്പറകൾ തല്ലിത്തകർത്തു. നിങ്ങൾ എൻ്റെ അർച്ചനയൊന്നും സ്വീകരിക്കുന്നുമില്ല. ബ്രാഹ്മണർക്ക് വീര്യം വാക്കിൽ മാത്രമാണ്. നിങ്ങളുടെ പ്രവൃത്തികളൊന്നും ബ്രാഹ്മണർക്ക് യോജിച്ചതല്ല. നിങ്ങൾ ഒരു കൂസലും കാണുന്നില്ല. സത്യം പറയുക, നിങ്ങൾ ആരാണ്? കൃഷ്ണൻ മറുപടി പറഞ്ഞു, പുഷ്പത്തിൽ ഐശ്വര്യമുള്ളതുകൊണ്ട് ഞങ്ങൾ പുഷ്പം ധരിക്കുന്നു. ക്ഷത്രിയൻ ബഹുവീര്യനാണ്. അത് കാണുവാൻ അങ്ങയ്ക്ക് മോഹമുണ്ടെങ്കിൽ നിശ്ചയമായും അങ്ങ് അത് കാണും. കാര്യത്തിനു വേണ്ടി ശത്രുവിന്റെ ഗ്രഹത്തിൽ എന്തുപായം പ്രയോഗിച്ചും കടക്കാം. അത് ധർമ്മമാർഗമാണ്. ശത്രുവിന്റെ ഗ്രഹത്തിൽ കടന്നാൽ പിന്നെ അവന്റെ അർച്ചന സ്വീകരിക്കാൻ പാടില്ല. ജരാസന്ധൻ ഇത് കേട്ട് ആലോചിച്ച് മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ശത്രുവാണെന്ന നിലയിൽ നിങ്ങൾ സംസാരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തതായി ഓർക്കുന്നില്ല. പിഴ ചെയ്യാത്ത എന്നെ വൈരിയായി കണക്കാക്കുന്നത് ധർമ്മമാണോ? കൃഷ്ണൻ പറഞ്ഞു, നാടുവാഴുന്ന രാജാക്കന്മാരെ നീ ബന്ധിച്ചു തടവിലാക്കിയിരിക്കുകയല്ലേ? മാന്യയായ ഒരു രാജാവ് സാധുക്കളായ രാജാക്കന്മാരെ ഹിംസിക്കുമോ? രാജാക്കന്മാരെ രുദ്രന് ബലിയർപ്പിക്കാനല്ലേ നീ ഒരുങ്ങിയത്? നരബലി ഒരു ശാസ്ത്രത്തിലും വിധിച്ചിട്ടില്ല. അത് ചെയ്യുവാൻ പോകുന്ന നീ ഏറ്റവും വലിയ കുറ്റക്കാരനാണ്. നിന്നെ പോലെയുള്ള ക്ഷത്രിയർ വേറെ ഇല്ലെന്ന് വിചാരിക്കുന്നത് തന്നെ മൂഢത്വമാണ്. ബലത്തിലും നിനക്ക് തുല്യനായിട്ടോ നിന്നേക്കാൾ കേമനായിട്ടോ ചിലർ ഉണ്ടോ എന്ന് വരാം. നീയുമായി പൊരുതുവാൻ വന്ന ഞങ്ങൾ ബ്രാഹ്മണരല്ല, ക്ഷത്രിയരാണ്. ഞാൻ കൃഷ്ണനാണ്. ഇവർ വീരന്മാരായ പാണ്ഡവന്മാരാണ്. നിന്നെ ഞങ്ങൾ പോരിന് വെല്ലുവിളിക്കുന്നു. ഒന്നുകിൽ രാജാക്കന്മാരെ വിട്ടയക്കൂ, അല്ലെങ്കിൽ കാലപുരിക്ക് പോകൂ. ഒരു ക്ഷത്രിയൻ മറ്റൊരു ക്ഷത്രിയനെ ദ്വന്ദ്വയുദ്ധത്തിന് വിളിച്ചാൽ അത് സ്വീകരിക്കണമെന്നായിരുന്നു ക്ഷത്രിയ ധർമ്മം. ജരാസന്ധന് കൃഷ്ണൻ പറഞ്ഞത് കേട്ടിട്ട് ഒരു കൂസലും ഉണ്ടായില്ല. അവൻ ക്ഷത്രിയധർമ്മം പാലിക്കുവാൻ തയ്യാറായിട്ട് പറഞ്ഞു, ഞാനും നിങ്ങളിൽ ഒരുവനാടോ? 3 പേരോട് തന്നെ പോരാടുവാൻ ഞാൻ തയ്യാറാണ്. ഒരാളിനോട് മാത്രം പോരാടിയാൽ മതിയെന്നും അത് ആരായിരിക്കണമെന്നും ജരാസന്ധൻ തന്നെ തീരുമാനിച്ചു കൊള്ളുന്നതിന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ അഹങ്കാരിയായ ജരാസന്ധൻ പുച്ഛത്തോടെ കൃഷ്ണനെ നോക്കി ചിരിച്ചു. ജരാസന്ധൻ പറഞ്ഞു, നീ വെറും ഇടയനാണ്. അർജുനനാണെങ്കിൽ പയ്യൻ. ഭീമനാണല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ ശക്തിമാനും മൂത്തതും. അവനോട് തന്നെ ആയിക്കൊള്ളാം ഏറ്റുമുട്ടുന്നത്. അടുത്ത ദിവസം ജരാസന്ധൻ തന്റെ ആയുധപുരയിൽ നിന്ന് 2 ഗദകൾ എടുത്തുകൊണ്ടുവന്ന് ഭീമന്റെ മുമ്പ് വെച്ചിട്ട് പറഞ്ഞു, ഇതിലേതാണ് നിനക്കിഷ്ടമുള്ളതെന്ന് വെച്ചാൽ എടുത്തുകൊള്ളുക. ഗദായുദ്ധത്തിൽ തുല്യശക്തിയായിരുന്ന ഭീമനും ജരാസന്ധനും ദ്വന്ദ്വയുദ്ധം അങ്ങനെ ആരംഭിച്ചു. കരയോട് ഏറ്റുമുട്ടുന്ന കടൽ പോലെയായിരുന്നു അവരുടെ യുദ്ധം. യുദ്ധവിവരമറിഞ്ഞ അമാത്യന്മാരും കൊട്ടാന ജീവനക്കാരും കൂടാതെ അനേകം പൗരന്മാരും യുദ്ധക്കളത്തിന്റെ ചുറ്റുമായി തടിച്ചുകൂടി. മുഷ്കരമായ ഗദകൾ തമ്മിൽ കൊണ്ട് പുഷ്കരം പൊട്ടുമാറുള്ള ശബ്ദവും സിംഹവും മാനായും ഏറ്റുപോരും വണ്ണം സിംഹനാദങ്ങളും ചെയ്തതങ്ങനെ പാരമടിക്കും, ചോരയിലൊലിക്കും, കൂടെ കൊടുക്കും, മാടിത്തടുക്കും, ചാടിക്കടിയും കേടിൽ പഴിക്കും, കോടിയൊഴിക്കും, മാടി വിളിക്കും, നില്ലടാ നോക്കുന്നത് ആരെങ്ങുന്നുരയ്ക്കും. ഇതുപോലെയുള്ള ഒരു ശ്ലോക രീതിയിലായിരുന്നു അവർ പകലും രാത്രിയും ഒരേപോലെ വിശ്രമമോ ആഹാരമോ ഇല്ലാതെ 13 ദിവസം ഏറ്റുമുട്ടിയത്. ഭീമനും ജരാസന്ധനും കൂടി അങ്ങനെ പോരാട്ടം ആരംഭിച്ചുകൊണ്ടേയിരുന്നു. ജരാസന്ധൻ ക്ഷീണിതനാണെന്ന് കണ്ടപ്പോൾ ഇതാണ് തക്ക അവസരമെന്ന് കൃഷ്ണൻ ഭീമന് സൂചന നൽകി. ഭീമൻ ജരാസന്ധനെ പൊക്കിയെടുത്ത് അനവധി പ്രാവശ്യം വട്ടം കറക്കിയിട്ട് നിലത്തേക്ക് അടിച്ചു.
താഴെ വീണ് കിടക്കുന്ന അവന്റെ ഒരു കാലിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് മറ്റേക്കാൾ പിടിച്ചുപൊക്കി ശരീരം രണ്ടായി കീറിയിട്ടു. ജരാസന്ധന്റെ കഥ കഴിച്ചു വന്ന സന്തോഷത്തോടെ ഭീമൻ തുള്ളിച്ചാടി. അപ്പോൾ രണ്ടായി പിളർന്നു കിടന്നിരുന്ന ജരാസന്ധന്റെ ശരീരഭാഗങ്ങൾ ഒന്നായി ചേരുകയും അവൻ മുന്നേക്കാൾ ശക്തനായിട്ട് ചാടി എഴുന്നേൽക്കുകയും ചെയ്തു. ഭീമൻ അന്താളിച്ചു നിന്നുപോയി. പകച്ചു നിൽക്കുന്ന ഭീമനെ കണ്ടപ്പോൾ കൃഷ്ണൻ ഒരു വെറ്റിലയെടുത്ത് അത് നടുവേ കീറി തലതിരിച്ചിട്ട് കാണിച്ചു കൊടുത്തു. ഭീമന് കാര്യം മനസ്സിലായി. ആദ്യത്തെ ശ്രമം ഫലിക്കാതെ വന്നതിന്റെ വാശിയോടെ ഭീമൻ ജരാസന്ധനെ കടന്നുപിടിച്ച് പൊക്കിയെടുത്തു. നിലത്തുവെച്ചൊരടി കൊടുത്തു. ഒരു കാലിനുമേൽ ചവിട്ടി നിന്ന് മറ്റേ പാദം ക്ഷത്തുകൊണ്ട് ഏറ്റവും ആർത്തനായി മേവിന ഹസ്തിവരൻ, അതായത് പന ചീന്തുന്നത് പോലെ ഉയർത്തി ചീന്തിയിട്ട് ശരീരത്തിന്റെ രണ്ടു ഭാഗങ്ങളിലും തലതിരിച്ചിട്ടു. അതോടെ ജരാസന്ധൻ യമലോകം പോയി. ജരാസന്ധൻ തടവിലാക്കിയിരിക്കുന്ന രാജാക്കന്മാരെ എല്ലാം മോചിക്കപ്പെട്ടു. അവർ തങ്ങളുടെ രക്ഷകനായ കൃഷ്ണനെ വന്ദിച്ച് വാഴ്ത്തി സ്തുതിച്ചു പാടി. എന്താണ് തങ്ങൾ ഇതിന് പ്രത്യുകുമാരമായി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ രാജസൂയം നടത്തുന്നുണ്ട്. നിങ്ങളെല്ലാവരും അക്കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിച്ചാൽ മാത്രം മതി. രാജാക്കന്മാരെല്ലാം സന്തോഷത്തോടെ കൃഷ്ണന്റെ നിർദ്ദേശം സ്വീകരിച്ചു. ജരാസന്ധന്റെ പുത്രനായ സഹദേവനെ മഗധ രാജാവാക്കി അഭിഷേകം ചെയ്തു. അവൻ നൽകിയ വിലപിടിച്ച രത്നങ്ങളുമായി കൃഷ്ണൻ ഭീമാർജുനന്മാരോടും കൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങി. യുധിഷ്ഠിരൻ എല്ലാവരെയും ആനന്ദ ബാഷ്പങ്ങളോടെ സ്വീകരിച്ചു. കൃഷ്ണൻ യുധിഷ്ഠിരനോട് യാത്രാനുവാദം വാങ്ങി ദ്വാരകയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ ജരാസന്ധന്റെ മരണത്തോടുകൂടി രാജസൂയത്തിനുള്ള പ്രതിബന്ധം ഒഴിഞ്ഞു. മഗധന്റെ ശിങ്കിടികളായ രാജാക്കന്മാരെയെല്ലാം പാണ്ഡവന്മാരുടെ അജേയമായ ശക്തി മനസ്സിലാക്കുകയും അവരെ പിന്തുണയ്ക്കുവാൻ തയ്യാറാവുകയും ചെയ്തു. രാജസൂയത്തിന്റെ മുന്നോടിയായി ഭീമനും അർജുനനും നകുലനും സഹദേവനും ചതുരംഗപ്പടയോടുകൂടി 4 ഭാഗത്തിലേക്കും ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു. ഗാണ്ഡവ ദഹന സമയത്ത് അഗ്നി സമ്മാനിച്ച തേരിൽ കയറി അർജുനൻ വടക്കോട്ട് പുറപ്പെട്ടു. ഭീമസേനൻ ഗദയുമേന്തി കിഴക്കോട്ടും നകുലൻ പടിഞ്ഞാറോട്ടും സഹദേവൻ തെക്കോട്ടുമാണ് പോയെന്ന്. എല്ലാവിധത്തിലുള്ള പടയോടും സന്നാഹങ്ങളോടും കൂടിയാണ് പുറപ്പെട്ടത്. ചിലയിടങ്ങളിൽ ചെറിയ തോതിൽ എതിർപ്പുകൾ ഉണ്ടായെങ്കിലും അതൊക്കെ അവസാനിപ്പിച്ച് ജയം കൈവരിക്കുവാൻ എല്ലാവരും സാധിച്ചു. മിക്ക രാജാക്കന്മാരും എതിർപ്പൊന്നും കൂടാതെ തന്നെ പാണ്ഡവന്മാർക്ക് കീഴടക്കി. എല്ലാവരും യുധിഷ്ഠിരന് കപ്പം കൊടുക്കുവാൻ സമ്മതിക്കുകയും പല വിധത്തിലുള്ള വിലപിടിച്ച സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. പാണ്ഡവന്മാർ വിജയശ്രീ ലാളിതരായി ഇന്ദ്രപ്രസ്ഥത്തിൽ മടങ്ങിയെത്തി. 1 നൂറ്റാണ്ടുകാലം ചെലവ് ചെയ്താലും തീരാത്ത വണ്ണമുള്ള ധനസമൃദ്ധി കൈവന്നു കഴിഞ്ഞപ്പോൾ രാജസൂയം നടത്തുവാനുള്ള ആലോചന യുധിഷ്ഠിരൻ ആരംഭിച്ചു. ആ അവസരത്തിൽ വിലപിടിപ്പുള്ള അനവധി പാരിതോഷികങ്ങളുമായി കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നു. ഇനിയും കാലതാമസം കൂടാതെ രാജസൂയം നടത്തണമെന്ന് കൃഷ്ണൻ യുധിഷ്ഠിരനെ ഉപദേശിച്ചു. കൃഷ്ണന്റെ ഉപദേശം സ്വീകരിച്ച് രാജസൂയത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും തങ്ങളുടെ പുരോഹിതനായ ധൗമ്യന്റെ നിർദ്ദേശാനുസരണം തയ്യാറാക്കി കൊടുക്കുവാൻ സഹദേവനെ ചുമതലപ്പെടുത്തി. യാഗശാല പണിത് അതിൽ ശസ്ത്രപ്രകാരമുള്ള പൂജ നടത്തി യാഗം സജ്ജമാക്കി. രാജസൂയത്തിൽ പങ്കെടുക്കുവാൻ വേദവ്യാസൻ എത്തിച്ചേർന്നു. അദ്ദേഹം സ്വയം ബ്രഹ്മത്വം ഏറ്റെടുത്തു. സുധാമാവ്, യജ്ഞവല്യക്കൻ, പൈലമുനി എന്നീ പ്രസിദ്ധരായ ഹോതാക്കൾ അവരുടെ പുത്രവർഗത്തോടും ശിഷ്യന്മാരോടും കൂടി രാജസൂയത്തിൽ പങ്കെടുത്തു. നകുലനെ ഹസ്തിനാപുരിയിലേക്ക് അയച്ച് ധൃതരാഷ്ട്രർ, ഭീഷ്മർ, വിദുരർ, ദ്രോണർ, കൃപൻ, ദുര്യോധനൻ തുടങ്ങിയവരെയും ക്ഷണിക്കുകയും അവരെല്ലാം നേരത്തെ തന്നെ വന്നെത്തുകയും ചെയ്തു. രാജദൂതന്മാർ നാടുതോറും പോയി ബ്രാഹ്മണർ, രാജാക്കന്മാർ, വൈശ്യർ, ശൂദ്ര പ്രമാണികൾ എന്നിവരെ ക്ഷണിച്ചു. അവരും വന്നു ചേർന്നു. ധർമ്മപുത്രൻ യാഗദീക്ഷ കൈക്കൊണ്ട് യജ്ഞശാലയിൽ പ്രവേശിച്ചു. യജ്ഞം മുറ പോലെ ആരംഭിച്ചു. രാജസൂയം 34 മാസക്കാലം നീണ്ടുനിന്നു. അങ്ങനെ അവസാന കാലഘട്ടമായി. യജ്ഞാന്ത്യത്തിൽ ദശോപചാരങ്ങളിൽ പ്രധാനമായി അർഘ്യം കൊടുത്തു പൂജിക്കുക എന്നൊരു ചടങ്ങുണ്ട്. മഹാമയനായിട്ടുള്ള ഭീഷ്മർ അപ്പോൾ പറഞ്ഞു, അല്ലയോ യുധിഷ്ഠിര, ആചാര്യൻ, ഋത്വിക്ക്, ബന്ധു, സനാതകൻ, സ്നേഹിതൻ, ഭൂപൻ എന്നിങ്ങനെ 6 കൂട്ടരാണ് അർഘ്യാർഹർ. വളരെ കാലമായി ഇവിടെ പാർക്കുന്നവരാണെങ്കിലും അവരെ നവാതിഥികളെ പോലെ പൂജിക്കേണ്ടതാണ്. എന്നാൽ അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളവന് ആദ്യം അർഘ്യം കൊടുക്കുക. യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു, പിതാമഹ, ഞാൻ ആർക്കാണ് ആദ്യം അർഘ്യം കൊടുക്കേണ്ടത്? ഭീഷ്മർ മറുപടി പറഞ്ഞു, ഭൂമിയിൽ വെച്ച് ഏറ്റവും മാന്യനായവൻ കൃഷ്ണനാണ്. ഇവൻ ശക്തിയിലും മഹത്വത്തിലും പരാക്രമത്തിലും എല്ലാവരേക്കാളും മുമ്പനാണ്.
ഇവൻ കിരണങ്ങളിൽ സൂര്യന് തുല്യനാണ്, കാറ്റില്ലാത്തടത്ത് കാറ്റുമാണ്. ഭീഷ്മന്റെ നിർദ്ദേശപ്രകാരം സഹദേവൻ ദ്വാരകാനാഥന് യഥാവധി ഉത്തമമായ അർഘ്യം നൽകി ശാസ്ത്രപ്രകാരം കൃഷ്ണനെ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ വസുദേവപുത്രനെ അഗ്രപൂജ ചെയ്ത് ബഹുമാനിച്ചത് ചേതി രാജാവായ ശിശുപാലന് ഒട്ടും രസിച്ചില്ല. അദ്ദേഹം കോപം കൊണ്ട് പൊട്ടിത്തെറിച്ചു. ശിശുപാലൻ പറഞ്ഞു, വൃഷ്ണി വംശജനായ കൃഷ്ണൻ രാജപൂജയ്ക്ക് അർഹനല്ല. ഹേ ധർമ്മപുത്ര, മഹാന്മാരായ പാണ്ഡവന്മാർക്ക് ചേർന്നതല്ല ഈ പ്രവൃത്തി. ഹേ ഭീഷ്മരെ, നീ എന്തുകൊണ്ട് കൃഷ്ണന് അഗ്രപൂജ നടത്തി അവൻ അർഘ്യം നൽകുകയും ബഹുമാനിക്കുവാൻ ഉദ്ദേശിച്ചത്? എന്തുകൊണ്ടാണിങ്ങനെ? വൃദ്ധനെന്ന നിലയ്ക്കാണെങ്കിൽ വാസുദേവൻ ഇവിടെ ഇരിക്കുമ്പോൾ അവന്റെ മകനായ കൃഷ്ണൻ എങ്ങനെ പൂജയ്ക്ക് അർഹനാകും? അതല്ല, ബന്ധു എന്ന നിലയ്ക്കാണെങ്കിൽ ദ്രുപദൻ ഇവിടെ ഇരിക്കുമ്പോൾ കൃഷ്ണൻ എങ്ങനെ പൂജനീയവനാവും? ആചാര്യൻ എന്ന നിലയ്ക്കാണെങ്കിൽ അർഘ്യമാദ്യം ദ്രോണർക്കല്ലേ നൽകേണ്ടത്? ഋത്വിക് എന്ന നിലയ്ക്കാണെങ്കിൽ വേദവ്യാസൻ ഇവിടെയുള്ളപ്പോൾ മറ്റാർക്കെങ്കിലും അതിന് അർഹതയുണ്ടോ? ശാസ്ത്രജ്ഞൻ എന്ന നിലയാണെങ്കിൽ സർവശാസ്ത്രജ്ഞനായ അശ്വത്ഥാമാവിനെയല്ലേ പൂജിക്കേണ്ടത്? കൃപാചാര്യരേക്കാൾ കൂടുതലായി കൃഷ്ണനെ ബഹുമാനിച്ചത് ഉചിതമാണോ? രാജേന്ദ്രൻ എന്ന നിലയ്ക്കാണെങ്കിൽ പുരുഷശ്രേഷ്ഠനായ രാജേന്ദ്രൻ ദുര്യോധനനല്ലേ? ദുർദർശനായ ഭീഷ്മനുള്ളപ്പോൾ, പാണ്ഡുതുല്യനായ രുക്മിയുള്ളപ്പോൾ, മാതരേശനായ ശല്യനുള്ളപ്പോൾ അവരെയെല്ലാം വിട്ടിട്ട് കൃഷ്ണനെ പൂജിച്ചത് ശരിയാണോ? കൃഷ്ണൻ രാജാവല്ല, ആചാര്യനല്ല, ഋത്വിക്കല്ല, പിന്നെ എന്തുകൊണ്ട് പൂജിച്ചു? സേവയ്ക്ക് മാത്രം അവനെ പൂജിക്കുവാനാണ് നിങ്ങൾ തീരുമാനിച്ചിരുന്നതെങ്കിൽ പിന്നെ രാജാക്കന്മാരായ ഞങ്ങളെ വരുത്തി എന്തിനാണ് അപമാനിച്ചത്? ഞങ്ങൾ യുധിഷ്ഠിരന്റെ കപ്പം കൊടുത്ത് അയാളെ ചക്രവർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ചത് അവൻ ധർമാത്മാവാണെന്ന് കരുതിയാണ്. എന്നാൽ അവൻ അതെല്ലാം കളഞ്ഞു കുളിച്ചിരിക്കുന്നു. അവൻ ധർമ്മച്യുതനായിരിക്കുന്നു. ഹേ കൃഷ്ണ, ജരാസന്ധനെ ചതിച്ചു കൊന്ന കൊലപാതകിയല്ലേ നീ? അഗ്രപൂജയ്ക്ക് അനർഹനായ നീ അത് സ്വീകരിച്ചത് ശരിയാണോ? ഹവിസിന്റെ ഭാഗം ആരുമില്ലാത്ത തക്കം നോക്കി തിന്നുന്ന നായയെപ്പോലെ നാണമില്ലാത്ത നീ യോഗ്യത തേടി നടക്കുന്നു. രാജാവല്ലാത്ത നിനക്ക് എങ്ങനെ രാജപൂജ ചേരും? നപുംസകം പെണ്ണിനെ വേളി കഴിച്ചതുപോലെയാണിത്. ചേതി രാജാവ് ക്രോധത്തോടെ എഴുന്നേറ്റ് മറ്റു രാജാക്കന്മാരെയും വിളിച്ചുകൊണ്ട് സഭാസ്ഥലം വിട്ടിറങ്ങുവാൻ ഭാവിച്ചു. ഇത് കണ്ട് യുധിഷ്ഠിരൻ ശിശുപാലനെ സമീപിച്ചു. അറിയായ വാക്കുകൾ കൊണ്ട് അയാളെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. യുധിഷ്ഠിരൻ പറഞ്ഞു, മഹാമയനായിട്ടുള്ള ഭീഷ്മർക്ക് കൃഷ്ണനെ നന്നായി അറിയും. അതുകൊണ്ടാണ് കൃഷ്ണനെ അഗ്രപൂജ ചെയ്യുവാൻ അദ്ദേഹം ഉപദേശിച്ചത്. പരമമായ ധർമ്മം അറിയാതെ പറയുന്നവനല്ല ഭീഷ്മർ. ഭീഷ്മരെ അപമാനിച്ച് പറയരുത്. ഭവാനേക്കാൾ പ്രായം കൂടുതലുള്ള എത്രയോ മന്നവേന്ദ്രന്മാർ ഈ സദസ്സിലുണ്ട്. അവരെല്ലാം കൃഷ്ണനെ സൽക്കാരം പൊറുക്കുന്നല്ലോ. നീയും അപ്രകാരം പൊറുക്കുക. ഭീഷ്മർ ശിശുപാലന്റെ ഭർസനം കേട്ടിട്ടും അചഞ്ചരനായി നിന്നതേയുള്ളൂ. അദ്ദേഹം പറഞ്ഞു, യുധിഷ്ഠിര, ശിശുപാലനോട് എന്തിന് സാന്ത്വന വാക്കുകൾ പറയുന്നു? ഇവനത് അർഹിക്കാത്ത മൂഢനാണ്. കൃഷ്ണൻ നമുക്ക് മാത്രമല്ല അർച്ച്യൻ. അച്യുതൻ 3 ലോകത്തിലും എല്ലാവർക്കും അർച്ച്യനാണ്. അവനിൽ വിശ്വമാകെ സ്ഥിതി ചെയ്യുന്നു. ചേതി രാജാവേ, മോഹം കൊണ്ടോ ബന്ധുവഴിക്കോ സഹായിച്ച വീഴ്ച നോക്കിയോ അല്ല ജനാർദ്ദനനെ അർച്ചിച്ചത്. ഇവൻ അർച്ച്യനായതുകൊണ്ട് തന്നെയാണ്. മനുഷ്യലോകത്തിൽ കൃഷ്ണനല്ലാതെ പൂജ്യനായി മറ്റാരുണ്ട്? ലോകത്തിന്റെ ഉൽപ്പത്തിയും പ്രളയവും കൃഷ്ണനിൽ നിന്നാകുന്നു. ശിശുപാലൻ അതൊന്നും അറിഞ്ഞുകൂടാ. അവനൊന്നും കാണുവാൻ കഴിവില്ലാത്ത ബാലനാണ്. അവൻ വിചാരിക്കുന്നു ഈ പൂജ ശരിയല്ലെന്ന്. അങ്ങനെ അവന് തോന്നുന്നുവെങ്കിൽ അവൻ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ. അഗ്രപൂജ ചെയ്തത് സഹദേവനാണല്ലോ. ശിശുപാലന്റെ നീചമായ വാക്കുകൾ അവനെ അരിശം കൊള്ളിച്ചു. അവൻ പറഞ്ഞു, കേശവനെ പൂജിച്ചത് ഇവിടെ കൂടിയിരിക്കുന്ന ഏത് രാജാവിനാണ് സഹിക്കാത്തത്? അവരുടെ മൂർധാവിൽ ഞാൻ ചവിട്ടുന്നു. അവൻ എനിക്ക് വധ്യനാണ്. നാരദ മഹർഷി ഇത്തരുണത്തിൽ എല്ലാവരോടുമായി പറഞ്ഞു, പങ്കജാക്ഷനായ കൃഷ്ണനെ അർച്ചിക്കാത്ത മനുഷ്യർ ജീവശവങ്ങളാണ്. അവരോട് ആരും മിണ്ടരുത്. സഹദേവൻ കൃഷ്ണനും പൂജ നടത്തി അവസാനിപ്പിച്ചു. ശിശുപാലന്റെ ക്രോധം വർദ്ധിച്ചു. അവൻ രാജസൂയ യാഗം മുടക്കുവാൻ തീരുമാനിച്ചു. അവൻ രാജാക്കന്മാരോട് ആക്രോശിച്ചു, ഞാൻ നിങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ തയ്യാറാണ്. പാണ്ഡവന്മാരെ എതിർക്കണം. ഏതാനും രാജാക്കന്മാർ ശിശുപാലനോടും ചേർന്ന് പാണ്ഡവന്മാരെ എതിർക്കുന്നതിനും യാഗം മുടക്കുന്നതിനും സന്നദ്ധരായി. സദസ്സിൽ ആകെ കൂടി ഒരു ഇളക്കമുണ്ടായി. യുധിഷ്ഠിരൻ ഭീഷ്മരോട് പറഞ്ഞു, പിതാമഹ, യാഗം മുടങ്ങരുത്. ലോകർക്ക് ക്ഷേമവും ഉണ്ടാകണം. അതിനെന്ത് വേണമെന്ന് പറഞ്ഞാലും. ഭീഷ്മർ മറുപടി പറഞ്ഞു, യുധിഷ്ഠിര, നീ പേടിക്കേണ്ട. ഉറങ്ങുന്ന സിംഹത്തെ കണ്ട് കുരയ്ക്കുന്ന നായ്ക്കളാണ് ശിശുപാലനും അവന്റെ സഹായികളും. സിംഹം ഉണർന്ന് എഴുന്നേൽക്കുന്നതുവരെ മാത്രമേ നായ്ക്കൾ കുരയ്ക്കുകയുള്ളൂ. ഇതും കൂടി കേട്ടപ്പോൾ ശിശുപാലന്റെ സമനില തെറ്റി.
അവന്റെ രോക്ഷം മുഴുവൻ ഭീഷ്മരോടായി. തുടരും.